ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 19ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലെ സ്നേഹോദങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ചില സെക്ഷനുകളിൽ ദൈവത്തിൻ്റെ പേരുകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിവിധങ്ങളായ ഇടപെടലുകളെക്കുറിച്ച്, ദൈവിക തത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഈ സെക്ഷനിൽ ദൈവത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചില കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കാനായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി നമുക്കറിയാം, ഇതിൻ്റെ മഹത്വം നമുക്കറിയാം, ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിത്തീർന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളെ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിൻ്റെ സമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നെഹെമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം പഠിക്കുമ്പോൾ, നീ ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയെ ഒക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്താണ്? അവൻ ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. മാത്രമല്ല, നീ അവയെ ഒക്കെയും രക്ഷിക്കുന്നു കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവമാരാണ്, സൃഷ്ടാവായ ദൈവമാണ്. നീ മറുവശം നോക്കിയേ, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം ഇതെല്ലാം വിളിച്ചു വരുത്തുവാൻ ഇടയായിത്തീർന്നത്, അല്ലേ? അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കാണുന്നുണ്ട്. പിന്നീട് പടിപടിയായി ദൈവിക സമയത്തെങ്കിൽ ഓരോന്നിനെ സൃഷ്ടിച്ചാക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കാം, നമുക്കിങ്ങനെ പറയാം, പ്രത്യാശിക്കാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിപ്പ് നടത്തുന്നവനാണ്. ഇതുവരെയും കാണാത്ത ചിലതിനെ എനിക്ക് വേണ്ടി ഉളവാക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതായ ബോധ്യം നമ്മെപ്പോഴും ഭരിപ്പാനിടയായിത്തീരണം. മനുഷ്യനെ അതിനിൽ ആക്കുന്നതിന് മുമ്പായിട്ട് അവനാവശ്യമായതുള്ള സകല കാര്യങ്ങളെയും ദൈവം സൃഷ്ടിച്ച് ഇതാക്കി വെച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിപ്പാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി ആവശ്യമുള്ളതെല്ലാം ഒരുക്കുവാൻ ദൈവം വിശ്വസനം പോരാ. അവൻ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ സകലത്തെയും സൃഷ്ടിച്ചെങ്കിൽ എനിക്കും നിനക്കും ആവശ്യമായത് എന്തൊക്കെയോ അനനുകൂലമായ ഘടകങ്ങളൊന്നും നമ്മുടെ പക്കലില്ലെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കിയ ദൈവം നിനക്ക് വീണ്ടും ചിലതിനെ ഉളവാക്കുവാൻ ഇടയായതിലും അവിശ്വാസം നിന്നും ഭരിക്കുവാൻ ഇടയായതിലും. മാത്രമല്ല, ദൈവം അവയെ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവമാണ്. ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്. നമ്മളെ ഇവിടെ ഒരു സ്ഥാനത്ത് ആക്കി വെച്ചത് മാത്രമല്ല, ആദ്യം നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുള്ളതാണ് വലിയ സന്തോഷകരമായ കാര്യം. അതേ വാക്യം പറയുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നത്, നാം ഈ നന്മകൾ അനുഭവിക്കുമ്പോൾ, നാം ഈ സന്തോഷം അനുഭവിക്കുമ്പോൾ നാം ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തെ നമസ്കരിപ്പാൻ, അവനെ ഭയപ്പെട്ട് അവനെ ആരാധിപ്പാൻ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഇതായി ജനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവരൊക്കെയും ആകാശ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമാണ് സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത്. അനുദിനവും ദൈവമാണ് നമ്മെ വഴി നടത്തുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോട് എത്രമാത്രം നന്ദിയുണ്ടെന്ന് ശാന്തമായി ചിന്തിക്കാൻ ഈ സമയം വിനിയോഗിക്കാം.
നന്ദിയുള്ളവരായി, അവനെ ഭയപ്പെടുന്നവരായി, അവനെ അനുസരിക്കുന്നവരായി, അവനെ അനുഗമിക്കുന്നവരായി, അവനെ ആരാധിക്കുന്നവരായി മാറുവാൻ, നമ്മെ സമർപ്പിക്കുവാൻ ഈ പാഠം നമുക്കൊരു മുഖാന്തരമാകട്ടെ. നമ്മൾ 66 സങ്കീർത്തനം 9 വാക്യം പഠിക്കുമ്പോൾ അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മളെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദൈവിക സംരക്ഷണം നമുക്ക് എത്രമാത്രം കാര്യം വെച്ചാൽ നമ്മുടെ സമപ്രായക്കാരിൽ പലരും അവരവരുടേതായ സ്വന്തം കാര്യങ്ങൾക്ക് പോലും ചെയ്യുവാൻ കഴിയാതെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് കൃപയാൽ ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ദൈവകൃപകളെ ഓർത്ത് നന്ദിയുള്ളവരായി ഇത് സുഖം സഹായിക്കട്ടെ. അവൻ എന്ത് ചെയ്യുന്നു? അവൻ നമ്മൾ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ഇത് സ്തുതിക്കുകയാണ്. എൻ്റെ ആശ്രയിക്ക് ഒരു പറയാൻ കഴിയും, ഒരുപാട് പ്രാവശ്യം എൻ്റെ ദൈവം എന്നെ മരണത്തിന് വിടുവിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ച് 27 ദിവസം പ്രായമായപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ എനിക്ക് വേണ്ടി ശവക്കുഴി വെട്ടി യാന തിന്നുന്ന ആ പനയുടെ ആ പട്ടയുടെ ആ പോള എനിക്ക് ശവപ്പെട്ടിയായിട്ട് ഒരുക്കിയതായ ചരിത്രം മാതാപിതാക്കൾ പറഞ്ഞ് എൻ്റെ ഓർമ്മയിലുണ്ട്. ദൈവം അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുന്നു. എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷമായിട്ട് പല സന്ദർഭങ്ങളിൽ ഞാൻ രോഗിയായി മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡോക്ടേഴ്സ് കൈവിട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് എൻ്റെ മരണവാർത്ത ഞങ്ങളുടെ നാട്ടിൽ മുഴുവനും പരന്നിട്ട് എൻ്റെ ബന്ധുക്കളും ഞാനന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും എല്ലാവരും ചേർന്ന് നമ്മുടെ ശരീരം കാണാൻ വരുമ്പോൾ ഒരു കൂട്ടർ ഓടിപ്പോയി അവിടെയുള്ള റീത്തൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ പോയി റീത്ത് അടക്കം എനിക്ക് വേണ്ടി മേടിച്ചതായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണത്തെ മുഖാമുഖം കണ്ടതായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. നടുവിലൊക്കെ തമ്പുരാൻ പ്രാണനെ വിട്ടുകൊടുക്കാതെ സൂക്ഷിപ്പാനിടയായിത്തീർന്നു. ഒന്നമ്മേ ജീവനോടെ കാക്കുന്നു. ഈ ആയുസ്, ഈ ആരോഗ്യം, ഈ ബലമൊന്നും നമ്മുടെ സ്വന്തമല്ല. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ വിജയമായിരിക്കും. അതുപോലെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ ശക്തി കൊണ്ടൊന്നുമല്ല, നമ്മൾ ചൂടുകളെ കൃത്യമായി വെച്ചതുകൊണ്ടോ സൂക്ഷിച്ച് മുന്നേറേണ്ടോ ഒന്നുമല്ല നമ്മൾ ഇന്നും നശിച്ചു പോകാതെ ഇവിടെ നിൽക്കുന്നത്. പിന്നെന്താണ്? ദൈവിക സംരക്ഷണം. കാലടികൾ വഴുതുവാൻ സമ്മതിക്കാതെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് വേണ്ടിയുള്ളതുകൊണ്ടാണ് നാം ഇന്നും ഇങ്ങനെ നിൽക്കുന്ന കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഒന്നോ നമ്മെ സൃഷ്ടിക്കുന്നു, അവൻ നമ്മെ രക്ഷിക്കുന്നു, അവൻ നമ്മുടെ ജീവനോടെ കാക്കുന്നു. കാലടികളൊന്നും വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. അത്ര അതിശയകരമായി നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ കൃത്യമായി സഹായിക്കുമാറാകട്ടെ. മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ എന്നെ നശിപ്പിക്കുവാനും തകർക്കുവാനും തകർച്ച കാണാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ടായേക്കാം. ഞാൻ നടുവിൽ എന്നെ തകർത്ത് കളയാതെ സൂക്ഷിക്കുന്ന, എൻ്റെ കാലടികളെ പരിപാലിക്കുന്ന, എൻ്റെ പ്രാണനെ സൂക്ഷിച്ച് ദൈവമൊന്ന് ഉണ്ടെന്നുള്ളത് എനിക്ക് പിന്നെയും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്രോതസ്സാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 28-ാം വചനം പഠിക്കുമ്പോൾ അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്തു കാണാൻ കഴിയുന്നുണ്ട്. നാം നമ്മുടെ ദൈവത്തിൽ ആയിരിക്കുകയാണ്. അവനിൽ നാം ജീവിക്കുന്നു.
അവനിൽ നാം ചരിക്കുന്നു, അവനിൽ നാം ഇരിക്കുന്നു. വേദന പഠിക്കുമ്പോൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ അവനിൽ ആണോ എന്നുകൊണ്ടുള്ളതാണ്. നമ്മൾ അവനിലാണോ, നാം അവൻ്റെ സംരക്ഷണത്തിൻ്റെ വെളിയിലാണോ, അവൻ്റെ പ്രമാണങ്ങൾക്ക് വെളിയിലാണോ, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വെളിയിലാണോ, അവൻ്റെ നിയമങ്ങൾക്ക് വെളിയിലാണോ? ശാന്തമായി ചിന്തിപ്പാനായിട്ട് നമുക്ക് ഈ സമയങ്ങൾ വിനിയോഗിക്കാം. നമുക്ക് അവനിൽ ഇരിപ്പാൻ കഴിയട്ടെ, അവനിൽ ചരിപ്പാൻ കഴിയട്ടെ, അവനിൽ ജീവിക്കുവാൻ കഴിയണം. ഇരിപ്പും യാത്രയെ കുറച്ച് സമയമുള്ളൂ. ജീവിതം എന്നുള്ളത് എല്ലാ നിമിഷവും വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്, ദൈവപ്രമാണപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്, ദൈവിക വ്യവസ്ഥയോട് മറുതലിക്കാതെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നാം ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ബോധവാന്മാരാകണം എന്നുള്ളതാണ്. ഉത്തരവാദിത്തത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോയി നമ്മളിതൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്കല്ല ഗുണമൊന്നുമില്ല. ഇതെല്ലാം നാം പഠിക്കുമ്പോൾ നമ്മെ മനസ്സിലാക്കുവാനും നമ്മെ തിരുത്തുവാനും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസൃതമായി മുന്നേറുവാനുമാണ് നമ്മൾ ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 31 നമ്മൾ നേരത്തെ പഠിച്ച നെഹമ്യാവിന്റെ പുസ്തകം വായിച്ചാൽ വായിക്കുന്ന ഒരു ആശയമാണ്, സൃഷ്ടിയും ദൈവമാണ്. 31:1 അല്ലേ? ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യമാണ്. അതിനുശേഷം നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ആകാശം ഭൂമി ഉണ്ടാക്കി. അത് പാഴായിരുന്നു, ശൂന്യമായിരുന്നു. പാഴും ശൂന്യവുമായതിനെ ദൈവം ഒന്ന് മോഡിഫൈ ചെയ്തു, അലവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തി. ഈ കാണുന്ന മനോഹരമായ നിലകളിലേക്ക് ദൈവം അവനെ രൂപാന്തരപ്പെടുത്തിയെടുത്തു. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഒരുപക്ഷെ പാഴും ശൂന്യമായ തലങ്ങളിലായിരിക്കാം. ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഇങ്ങെത്തിച്ചേരുവാൻ കഴിയുന്ന സ്വപ്നങ്ങളേറെയുണ്ട്, ലക്ഷ്യങ്ങളേറെയുണ്ട്, ആഗ്രഹങ്ങളേറെയുണ്ട്. പരിശ്രമിക്കാഞ്ഞിട്ടല്ല, എന്നാൽ പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി. എനിക്ക് എങ്ങും എത്തുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നും ഒരു പാഴ്മരുഭൂമിയാണ്, ഇന്നും എനിക്ക് ഒരു ശൂന്യാവസ്ഥയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിനെ കൈമാറുവാൻ ഒരു സന്ദേശമുണ്ട്. അത് ഇതാണ്: പാഴും ശൂന്യവുമായതിനെ മനോഹരമാക്കി തീർത്ത ദൈവമുണ്ട്. ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി, ആ ശൂന്യാവസ്ഥകൾക്ക് മാറ്റം വരുത്തി നിന്നെ വേറൊരു നിലവാരത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തെങ്കിൽ നിശ്ചയമായിട്ട് ജീവിതത്തിലത് അനുഭവിച്ചറിയുവാനിടയായിത്തീരും. നമ്മുടെ യെശയ്യാപ്രവചനം 51-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിനെ മരുഭൂമിയെ ഏതിനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. കണ്ടോ, ദൈവം എന്ത് ചെയ്യാണ്? ആ പാഴായി പോയതിനെ, ആ ശൂന്യമായി പോയതിനെ എന്ത് ചെയ്യാണ്? ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ ശൂന്യാവസ്ഥയിൽ, പാഴായി പോയതെന്ന് തോന്നുന്ന അവസ്ഥയിൽ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, അതിനെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, ജീവിത നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട്, എൻ്റെ സ്ഥിതികൾക്ക് ഭേദം വരുത്തിക്കൊണ്ട്, എൻ്റെ കുടുംബാന്തരീക്ഷത്തിന് മാറ്റം വരുത്തിക്കൊണ്ട്, എൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട്, എൻ്റെ സാമ്പത്തിക മണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട്, ആ ശൂന്യാവസ്ഥകളെല്ലാം തുടച്ചു നീക്കി
അവിടെ ചെറിയ നവീകരണങ്ങൾ നടത്തുവാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. അവൻ എന്തൊക്കെ ചെയ്യുന്നത്? അവൻ സിയോനെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആശ്വാസം വലുതാ അല്ലേ? കർത്താവ് പറഞ്ഞില്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവൻ കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഈ വചനങ്ങളൊക്കെ നമുക്കൊരു ഉറപ്പ് തരുന്ന വചനങ്ങളാണ്. നമ്മളിവിടെ കൊണ്ട് അവസാനിക്കാൻ പോവുകയല്ല എന്നും ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായിട്ടില്ല എന്നും ഇനി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ടെന്നുള്ളതായ ഒരു പ്രത്യാശ ദൈവം നൽകുകയാണ്. പലരുടെയും ജീവിത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുന്നിടത്തുനിന്ന് പുതിയ തുടക്കം നൽകുവാനായിട്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ അതിൻ്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിക്കും. കുറച്ച് ഭാഗമല്ല, സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിക്കും. നിങ്ങൾ പറ, ജീവിതത്തിൽ ഏത് തലങ്ങളിലാണ് നീ ശൂന്യത അനുഭവിക്കണേ? ആരോഗ്യ തലങ്ങളിലാണോ? സാമ്പത്തിക തലങ്ങളിലാണോ? സമാധാന തലങ്ങളിലാണോ? മാനസികമായിട്ട്, ശാരീരികമായിട്ട് ഏതെല്ലാം അവസ്ഥകളിലാണ് നീ ശൂന്യം അത് അനുഭവിക്കുന്നത്? ആ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ആ വിശ്വസിക്കേണ്ടത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അവർ പറഞ്ഞിങ്ങനെയാ, അതിൻ്റെ മരുഭൂമിയെ ഏതിനെ പോലെയാക്കും. ആ മരുഭൂമി ഒന്നും മുളയ്ക്കുന്നില്ല, മുളച്ചൊന്നും വളരുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അഥവാ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാലൊന്നും വളരുന്നില്ല. എല്ലാം മുരടിച്ച അനുഭവത്തിലാണ്. എല്ലാം മുരടിച്ച അനുഭവത്തിൽ ഒരു മുന്നേറ്റവുമില്ല. തകർച്ചയുടെ നടുവിലായിരിക്കുകയാണ്. അനുദിനവും ജീവിത സാഹചര്യങ്ങൾ ഉയർന്നത് മുഴുവൻ തകർച്ചയുടെ വാചനങ്ങളാണ്, തകർച്ചയുടെ വാക്കുകളാണ്. എന്നാൽ സ്വർഗം പറയും, കുഞ്ഞേ, ആ ചുട്ടുകൊള്ളുന്ന അനുഭൂതി ആയിരിക്കുമ്പോൾ പാർശ്വങ്ങളിലും ആശ്വാസമില്ല, മുകളിൽ നിന്നും താഴെ നിന്നൊരു ആശ്വാസമില്ല. എങ്ങും ചുട്ടുകൊള്ളുന്ന അനുഭവമായിരിക്കുമ്പോഴും ദൈവം പറയുക, ഞാൻ നിന്റെ മരുഭൂമിയെ ഏതിനെ പോലെയാക്കും. 4 വശത്തും വെള്ളവും നദിയൊക്കെയാണ്. ആവശ്യമുള്ള എല്ലാ നടുതലുകളും അതിനകത്തുണ്ട്, എല്ലാ ജീവജാലങ്ങളും അതിനകത്തുണ്ട്. തണുത്ത അന്തരീക്ഷം അല്ലേ, ഫലഭൂയിഷ്ടമായ അന്തരീക്ഷം. ആ ഒരു നിലയിലേക്ക് ദൈവത്തിനെ മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ്. എനിക്കും നിനക്കും വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായ മരുഭൂമികളെ മാറ്റി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഏതം സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. അടുത്തെന്താണ്? അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയാക്കും. ആരുമില്ല, ഒന്നുമില്ല, ഏതുമില്ല എന്നൊക്കെ പരാതി പറയുമ്പോൾ ദൈവം പറയുക, എല്ലാം ഉള്ളതായ ദൈവത്തിൻ്റെ തോട്ടത്തെ പോലെ അതിനെ മാറ്റിയെടുക്കാനിടയായി. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു പക്ഷത്ത് കേൾക്കുമ്പോൾ നിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിന്റെ ഹൃദയത്തിൽ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ചോദ്യമുണ്ടായിരിക്കാം. ഇതൊക്കെ അവിടെയൊക്കെ ഒരു വെറുതെ പറഞ്ഞാലത് അതൊക്കെ ജീവിതത്തിൽ നടക്കുമെന്ന് ചോദിക്കുന്ന സമയമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ദൈവം ചോദിച്ച ചോദ്യമാണ്, ഞാൻ സർവ്വജടത്തിൻ്റെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്ന എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പരിധികളുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് യാതൊരു പരിമിതിയുമില്ല, ഒരു പരിധിയുമില്ല. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ അസാധ്യങ്ങൾ നോക്കിയിട്ട് ദൈവത്തെ അങ്ങ് വിലയിടരുത്. എനിക്ക് ഒരുപാട് അസാധ്യങ്ങളുണ്ട്, പക്ഷേ ദൈവം അനന്ത സാധ്യതകളുടെ ഉറവയാണ്, കലവറയാണ്. നമ്മൾ കാണുന്നതായ അസാധ്യങ്ങൾ ദൈവപ്പുറത്ത്
അനന്ത സാധ്യതകളുടെ കലവറയാക്കി മാറ്റുകയാണ്. അടുത്തത്, ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരുവൻ്റെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും സ്തോത്രസ്വരവും ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും, സ്തോത്രമുണ്ടാകും, സംഗീതഘോഷമുണ്ടാകും. നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായ ശബ്ദം വിലാപത്തിൻ്റെയോ നിരാശയുടെയോ നെടുവീർപ്പിൻ്റെ ഒക്കെ ആണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ ദൈവം എന്തൊക്കെ തരുവാൻ ആഗ്രഹിക്കുന്നു? ആനന്ദം തരുവാൻ ആഗ്രഹിക്കുന്നു, സന്തോഷം തരുവാൻ ആഗ്രഹിക്കുന്നു, സ്തോത്രം അഥവാ നീ അനുഭവിക്കുന്ന നന്മകളെ കണ്ടുകൊണ്ട് നന്മയുടെ ദാതാവായ ദൈവത്തെ സ്തുതിപ്പാനായി ദിവസം ഒരുക്കുന്നു. മാത്രമല്ല, വിലാപത്തിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് മാറ്റി ജീവിതത്തിലെ സംഗീതഘോഷത്തിൻ്റെ അനുമതി കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. വചനം വായിക്കുമ്പോൾ കാണുന്നില്ലേ, നിന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, ഇരട്ടഴിച്ചെന്നെ സന്തോഷമൊടിപ്പിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നിശ്ചയമായി നമ്മുടെ ദൈവം നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്നവനാകിയാൽ ആ ദൈവത്തിൽ വിശ്വസിച്ചും ആ ദൈവത്തിൽ ആശ്രയിച്ചും ആ ദൈവിക നന്മകൾ പ്രാപിപ്പാനായി ഇത് നമ്മെ സഹായിക്കട്ടെ. അതേ നമ്മുടെ ദൈവം മരുഭൂമിയെ അതിനെ പോലെയാക്കുന്നവനാണ്, ശൂന്യ സ്ഥലങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ്. ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും നിരാശയുടെയും പകരമായിട്ട് ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും പുറപ്പെടുവിക്കുവാൻ നമ്മൾ ശക്തമായ ദൈവമാകണം. അതുകൊണ്ട് ഇതിൻ്റെ കണ്ണുനീരിന് എല്ലാവരുടെ അർത്ഥമുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന വേദനകൾക്കൊരു അർത്ഥമുണ്ട്. നിശ്ചയമായ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. അടുത്ത വാക്യം വായിക്കുകയാണെങ്കിൽ യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ യോബിൻ്റെ പുസ്തകം 12:10 വാക്യം എങ്ങനെയാണ്? സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു. ഹലോ, എല്ലാവരുടെയും ശ്വാസം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. അണുകരങ്ങളിൽ നിന്ന് ആരെയും വലിച്ചു പറിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. നാം എടുത്തിയാടി പോകാത്തുള്ള കാലം നാം അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. നാം അവൻ്റെ പ്രമാണങ്ങളിൽ നന്യപ്പെട്ടു പോകുമ്പോൾ, നാം അവൻ്റെ നിയന്ത്രണത്തിൽ നന്യപ്പെട്ടു പോകുമ്പോൾ ഒരു പക്ഷെ നമുക്ക് കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടാക്കി. എന്നാലും നാം അവിടെ ചേർന്നിരിക്കുമ്പോൾ നാം അവൻ്റെ പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കീഴിലാണെന്ന കാര്യം നാം ഒരിക്കലും മറന്ന് പോകരുത്. 104 സങ്കീർത്തനം 21 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നതാണ്, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ അവ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. 104 സങ്കീർത്തനം 21 വാക്യം പഠിക്കുമ്പോൾ കാണുന്നതാണ്, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. കാട്ടിലെ രാജാവെന്ന് നോക്കിയാ സിംഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബാലസിംഹങ്ങൾ രാജകുമാരന്മാരാണ്. രാജധാനിയിലെ നന്മകളെല്ലാം അനുഭവിച്ചുകൊണ്ട് രാജകീയ സേവകന്മാരുടെ പരിചരണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു രാജകുമാരന്മാർ. പക്ഷേ അവരുമാരുടെ മുഖത്തിൽ നോക്കുന്നു, ദൈവത്തിൻ്റെ മുഖത്തിൽ നോക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് അവരുടെ ആഹാരത്തിന് വേണ്ടിയിട്ട്. മനുഷ്യ, നിനക്ക് സൃഷ്ടാവണം നീ മനസ്സിലാക്കണം. അവനാണ് നിന്നെ പരിപാലിക്കുന്നത് ബോധ്യം നിനക്ക് വേണം. നീ അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. ഒരുപക്ഷെ നീയെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പോലും
നിനക്ക് വേണ്ടി അനേകരെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും കണ്ണീരൊഴുക്കുന്നതുകൊണ്ടാണ് നീ ഇന്നിങ്ങനെ നിൽക്കുന്നത് നീ മനസ്സിലാക്കണം. ബാലസിംഹങ്ങൾ പോലും ഇരയ്ക്കായി അവനോട് യാചിക്കുന്നു. മറ്റൊരു ഭാഗത്ത് വായിക്കുമ്പോൾ ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്കും കുറവില്ലാതെ കാണാൻ കഴിയുന്നുണ്ട്. നിനക്കൊന്നിനും കുറവ് വരുത്താതെ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണെന്നുള്ള സത്യം നീ തിരിച്ചറിയണം. ആ ദൈവത്തെ അനുസരിപ്പാൻ, ആ ദൈവത്തെ അനുഗമിപ്പാൻ ഉള്ളൊരു ഉത്സാഹം നിനക്കുണ്ടാകണം. ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുന്ന ദൈവം നിന്നിലും ചില സൃഷ്ടിപ്പുകൾ നടത്തുവാനായിട്ട് ശക്തനാണ്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും ഒരു മനോഹരമായ നിലയിലേക്ക്, സമാധാനപരമായ അന്തരീക്ഷങ്ങളിലേക്ക്, സന്തോഷപരമായ ജീവിതാനുഭവങ്ങളിലേക്ക് കർത്താവ് ഇതിനെ കൊണ്ടുവരുവാൻ ശക്തനാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അത് മാത്രമല്ല, നമ്മുടെ ദൈവമാരാണ് നമ്മുടെ ജീവനോടെ കാക്കുന്ന ദൈവമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു വഴിക്ക് പോകുമ്പോഴും ജീവിതത്തെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ അവനെ കാവലും പരിപാലനമെല്ലാം അനുഭവിപ്പാൻ ഇടയായിത്തീരും. അവനിലാണ് നാം ചരിക്കുന്നത്, അവനിലാണ് ജീവിക്കുന്നത്, അവനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ തന്നെ ജീവിപ്പാനായിട്ട് നമ്മെ ഏൽപ്പിച്ചെടുക്കുവാനായിട്ടും നമ്മെ കർത്താവ് സഹായിക്കട്ടെ. സകലരുടെയും പ്രാണനും ശ്വാസവും എല്ലാം അവരുടെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ നീ ദൈവകരങ്ങളിൽ സുരക്ഷിതനാണെന്നുള്ളതാണ്. നശിപ്പിക്കാനോ തകർക്കാനോ കാര്യം ശ്രമിച്ചു നിന്നേക്കാം. പക്ഷേ നീ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. നിന്റെ പ്രാണൻ നഷ്ടപ്പെടുത്താൻ നിന്നെ സൂക്ഷിപ്പാനിടയായിത്തീരും. ശക്തന്മാരും ബലവാന്മാരും ഒക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്കും ദൈവത്തോട് ചേർന്ന് ജീവിപ്പം കർത്താവിനെ സഹായിക്കട്ടെ. ഇതിനു വേണ്ടിയാണ് നാം നന്മകൾ പ്രാപിപ്പാൻ, സന്തോഷം പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിക്കാൻ. സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ സമർപ്പിച്ച് നമ്മൾ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് സൃഷ്ടാവായിരിക്കുന്ന നന്ദിയോടെ സ്തുതിയും ചെയ്ത് നിർത്താവേ. എൻ്റെ പരിപാലകനായ സ്തോത്രം, എൻ്റെ പ്രാണനെ കാക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് സന്തോഷവും സമാധാനം നൽകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ കേൾവിക്കാരെല്ലാവരുടെ ജീവിതത്തിൽ ജീവിതം വഴിമുട്ടിയെന്ന് തോന്നുന്നെങ്കിൽ ഇഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്ലാനുകൾ നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവേ, നീ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ജീവിതത്തിന് പുതിയ തുടക്കം നൽകിക്കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ സകല ശൂന്യസ്ഥലങ്ങൾക്കും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അവിടെ ദുഃഖത്തിന് പകരമായി, നെടുവീർപ്പിന് പകരമായി, വിലാപങ്ങൾക്ക് പകരമായി, നിലവിളികൾക്ക് പകരമായി അവിടെ സന്തോഷവും ആനന്ദവും പത്രസ്വരവും സംഗീതഘോഷവും ഉണ്ടാകുവാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ കുടുംബപരമായിട്ടോ ഏതെങ്കിലും നിലകളിൽ ഒരു കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ സാവിനെ ഒരു വിടുവിച്ച് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി സ്തുതിപ്പാനായിട്ട് ഇവരെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ വിലാപാവസ്ഥകൾ കർത്താവ് മാറ്റം വരുത്തണമേ. അരട്ടുകളെ നീ അഴിച്ചു മാറ്റണമേ. ഉത്സവവസ്ത്രം ധരിപ്പിക്കണമേ കർത്താവ്. ആ സാക്ഷ്യങ്ങൾ സ്വർഗങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിത്തങ്ങളെല്ലാം നീ അനുഗ്രഹിക്കുമാറാകണമേ. ഈ സന്ദേശം പഠിക്കുന്നവരെയും ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുന്നവരെയും സന്ദേശങ്ങൾ പങ്കുവെക്കുന്നവരെയും ഇതിൻ്റെ അധ്യാപകരെയും എല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇതിൻ്റെ മുഖാന്തരങ്ങളെയും ഇവ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നാമത്തിന് പിന്നെ ജീവിപ്പം കൃപ നൽകിയാട്ടെ. ഞങ്ങളുടെ നാമത്തെ പിന്നെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ക്ഷമയോടെ ഈ സന്ദേശം നിർവഹിച്ചതിന് നന്ദി പറയുന്നു.
ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഒരു താമസിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരമായ ചെറുടെ സൂക്ഷിക്കുന്നതിനും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം. ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരിലേക്കും കൂടെ കൂടുതലായിട്ട് ഈ പാഠഭാഗങ്ങൾ എത്തുന്നതിന് കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളതിനോട് ഉത്സാഹിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് ഒരു താമസിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാ കോളും എടുക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 തൊട്ട് 10 വരെയുള്ള സമയങ്ങളിൽ സൂമിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ പറയുവാനുള്ള ഒരു അവസരവും ഒപ്പം തന്നെ ആ വിഷയങ്ങൾക്ക് അപ്പോൾ തന്നെ പ്രാർത്ഥിക്കാനുള്ളതായ ഒരു ക്രമീകരണം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓർത്ത പ്രാർത്ഥന ഞാൻ പുറകാലെ സൂമിൻ്റെ ലിങ്കും പാസ്വേഡ് കിട്ടി തരുന്നതായിരിക്കും. കടന്നു ഒരു താമസിച്ചാൽ അതിന് താമസിച്ചാൽ നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും അപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. പലരും ഞങ്ങളെ പ്രാർത്ഥന വിഷയം വിളിക്കുന്നുണ്ട്. വിളിച്ചവർക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ സഹകരണത്തിലും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.